ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു മൺഡേ ആണ്. നല്ല ചൂടാണ് കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂട് കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിച്ചിട്ടുണ്ടല്ലോ, പൊള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 45 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്ത് ചൂടുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. നമുക്കിവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ പോണ സമയത്ത് മാത്രമേ നമുക്ക് ആ ചൂട് അറിയണുള്ളൂ കേട്ടോ. ബസ് സ്റ്റോപ്പിലേക്ക് എനിക്ക് കുറച്ച് ദൂരം, ഒരു 10 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ചൂട് അറിയണത്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ വർക്കിലേക്കും വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കും നിൽക്കുന്ന ചേട്ടന്മാർ, അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കുന്ന, അയ്യോ അവർക്ക് നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഇത്രയും വെയിലത്ത് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടേ, നല്ല വെയിലല്ലേ. അത്രയും നമുക്ക് തന്നെ ഈ ഒരു വൈകിട്ടാണ്, ഇപ്പോൾ ഒരു 5 o'clock ആയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നമുക്കേ പറ്റുന്നില്ല. അപ്പോൾ ഈ ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മൺഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ ഉണ്ണികൾക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഉണ്ണികളുടെ നമുക്ക് സ്കൂള് ഓപ്പൺ ചെയ്യണത് എന്താണ്, ജൂൺ മാസം ആയിരിക്കും അല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഏപ്രിലാണ് സ്കൂൾ ഓപ്പൺ ടൈം. അതേപോലെ തന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഒരു ജൂൺ 25 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത്, 1 month കേട്ടോ. അപ്പോൾ എക്സാമിക്കും കഴിഞ്ഞു. ഉണ്ണികൾ നല്ല ഹാപ്പിയാണ്. ജിനിയിൽ അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ, കാലത്ത് എഴുന്നേക്കണ്ടല്ലോ. അവർക്കൊരു 5:45, നമ്മൾ പണ്ട് താമസിച്ചിരുന്ന ബിൽഡിങ്ങിലാണെങ്കിൽ 5:45 സ്കൂൾ ബസ് വരും. അപ്പോഴേക്കും ഉണ്ണികളെ എഴുന്നേൽപ്പിക്കണം, അവരെ കാര്യങ്ങൾ ചെയ്യണം. പാവങ്ങൾ ഇട്ടോ, നമ്മൾ ഉണ്ണികളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെയോ മേല് കഴിച്ച് അവരങ്ങനെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും എണീക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ. പിന്നെ ഇപ്പം നമ്മൾ മാറിയിട്ടുള്ളത് സ്പെയിൻ ക്ലസ്റ്റർ ഇൻ്റർനാഷണൽ സിറ്റിയിൽ തന്നെയാണ്, സ്പെയിനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു 6:20 ആകുമ്പോഴാണ് മോർണിംഗിൽ സ്കൂൾ ബസ് വരാം. ഒരു കുറച്ച് സമയത്ത് ഡിഫറൻസ് ഉള്ളൂ, എന്നാലും 6ലേക്ക് കടന്നല്ലോ. അപ്പോൾ അത്ര നേരമെങ്കിലും ഉണ്ണികൾക്ക് ഉറങ്ങാമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ പിള്ളേർ നല്ല ഹാപ്പിയാണ്. ഞാനൊരു 8 മണിക്ക് ആകുമ്പോഴാണ് ഞാൻ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ, റൂമിൽ നിന്ന്. അപ്പോൾ ആ സമയത്തെ ഉണ്ണികളെ എണിപ്പിക്കണ്ട്. 8 മണിയാകുമ്പോൾ ഉണ്ണികളെ എണിപ്പിച്ച് അവർ ബ്രഷിക്കും ചെയ്ത് അങ്ങനെ തന്നെ ഡേ കെയറിൽ കൊണ്ടാക്കും. പിന്നെ ഡേ കെയറിൽ പോയിട്ട് അവർ മോർണിംഗ് ഒരു 9 o'clock വരെ കിടന്ന് ഉറങ്ങും. ആ ഉറക്കക്ഷീണം മാറ്റിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയിട്ടായിരിക്കും കേട്ടോ ഞാൻ ഡേ കെയറിൽ കൊണ്ടു കൊടുക്കാം. അത് കഴിഞ്ഞ് പിള്ളേർ അവിടെ കളിച്ചിരുന്ന് പിന്നെ ഒരു 5:30 ആകുമ്പോൾ ഞാൻ ഉണ്ണികളെ എടുക്കാൻ വരുന്നുണ്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ വെക്കേഷനും ട്രിപ്പുകളിലേക്കും പോകുന്നത്. വേറെ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. ഒന്നാമത് നമ്മളുടെ ഏരിയയിലേക്ക് നാട്ടിൽ നല്ല വെള്ളപ്പൊക്കമാണ് കേട്ടോ. വീടിന് ചുറ്റും വെള്ളമാണ്. 2 വീട്ടിൽ, എൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇന്നത്തെ എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചു കേട്ടോ, നമ്മുടെ ഇവിടെ എങ്ങനെയാണ് കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ എങ്ങനെയാണ് എടുത്തത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ ബസ് സ്റ്റോപ്പ് നിൽക്കുന്നത്. ബസ് വന്നിട്ടുണ്ട്. എനിക്ക് ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോഴേക്കും ഞാൻ അത് പറഞ്ഞ് തീർക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് സ്കൂൾ അഡ്മിഷൻ ഇവിടെ കുട്ടികൾക്ക് കിട്ടിയത്, ഏത് സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സ്കൂളിൽ അഡ്മിഷന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നവംബർ മുതലല്ല, ഡിസംബറിൽ മുതൽ തന്നെ ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്തെ തന്നെ നമ്മൾ KHDA ഒരു www.khda.com എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദുബായ് സ്കൂൾ, അബുദാബി സ്കൂൾ, ഷാർജ സ്കൂൾ, അങ്ങനെ നമുക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരിക്കും എമിറേറ്റ്സുകൾ. അത് ചെക്ക് ചെയ്തിട്ട് ഏത് എമിറേറ്റ്സിലാണ് നമുക്ക് സ്കൂൾ വേണ്ടത്, ഏത് സ്കൂളാണ് നമ്മുടെ വരുമാനത്തിന് പറ്റിയ സ്കൂൾ ഏതാണ്, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് www.khda.com എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഫീസ്, അഡ്മിഷൻ ഫീസ്, അതേപോലെ തന്നെ മന്ത്ലി ഫീസ്, ആ പ്ലാനിക്കും ഈ KHDA സൈറ്റിൽ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വരുമാനം എത്രയാണ്, ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള സ്കൂളുകൾ, പിന്നെ മീഡിയം ബഡ്ജറ്റ്, ഹൈ ബഡ്ജറ്റിൽ, പിന്നെ അവിടെ KHDA റേറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല റേറ്റിങ്ങിലുള്ള സ്കൂളുകൾ ഏതാണ്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളത്, അങ്ങനെ സ്കൂളിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ www.khda.com
khda.com എന്നുള്ള വെബ്സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ അഡ്മിഷന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നവംബർ ഡിസംബർ മാസത്തിലാണ്. മാർച്ചിലാകുമ്പോഴേക്കും ഓൾറെഡി എല്ലാ സ്കൂളും ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്, അതിൻ്റെ ഇടയിൽ എൻ്റെ ബസ് വന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഓഫീസ് DSOയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇൻ്റർനാഷണൽ സിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാറിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി പോയാൽ 10-15 മിനിറ്റ് സമയമുള്ളൂ, 10 മിനിറ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ബസ്സിലായതുകൊണ്ട് 1 മണിക്കൂർ സമയം എടുക്കും കേട്ടോ. ചുറ്റി വളഞ്ഞ് എല്ലാ റൂട്ടും അക്കാദമി സിറ്റി ഫുള്ള് കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും 1 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ഇപ്പോൾ 6 മണി ആവാറായിട്ടോ. ഞാൻ ഇനി നമ്മുടെ ഉണ്ണികളെടുക്കാൻ വേണ്ടി ഡേ കെയർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ KHDA സൈറ്റിൽ നിന്ന് ഏത് സ്കൂളാണ് നമ്മൾക്ക് പറ്റിയത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. അതിനുശേഷം സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫീസും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ റേറ്റിംഗ്, പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരം അധികം വെച്ചിട്ട് നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്കൂൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തിടണം. ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്തിടണം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രമേ അവർ ഇൻ്റർവ്യൂ കോളിന് നമ്മുടെ മെയിലേക്ക് അയക്കുള്ളൂ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ തന്നെ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും, എമിറേറ്റ്സ് ID, പിന്നെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, മെയിൽ ID, ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കും. എല്ലാം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ നവംബറിൽ തന്നെ നമുക്ക് പറ്റിയിട്ടുള്ള സ്കൂളുകളിൽ ഒരു സ്കൂൾ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടത് കേട്ടോ. എല്ലാം നമുക്ക് പറ്റിയിട്ടുള്ള ഒരു 5-10 സ്കൂളുകളിലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടാലാണ് നമുക്ക് ഇൻ്റർവ്യൂ കോൾ എല്ലായിടത്തുനിന്നും വരും. പക്ഷേ ഗ്രേഡ് 1 മുതൽ ഇവിടെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ഇൻ്റർവ്യൂ എക്സാം ഉണ്ട്, ആയിരിക്കും പാസ്സാവണം. അപ്പോൾ മാക്സിമം ഒരു 5-10 സ്കൂളുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിടണം. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടു, നവംബറിൽ രജിസ്റ്റർ ചെയ്തിട്ടു. പക്ഷേ ആ സമയത്ത് ഉണ്ണികൾ നാട്ടിലായിരുന്നു. ഉണ്ണികളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് കാലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫെബ്രുവരിയിലാണ് ഉണ്ണികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ആ സമയത്ത് അവർ ഇൻ്റർവ്യൂ കോൾ, 2 ഉണ്ണികൾക്കും ഇൻ്റർവ്യൂ കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളിൽ നിന്നും ഇൻ്റർവ്യൂ കോൾ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഉണ്ണികൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അവരെ വിളിച്ച് സംസാരിച്ചു. അവർ ഉണ്ണികൾ ഒരു മാർച്ചിലാകുമ്പോൾ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി വരും. അപ്പോൾ സോ നമുക്ക് ഇതേ രജിസ്ട്രേഷൻ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിൽ നമുക്ക് ആ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യാം പറ്റുമോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷെ അത് ഇവരോട് സമ്മതിക്കില്ല. കാരണം സീറ്റ് എല്ലാം ഫുള്ളാവും ആ സമയമാകുമ്പോഴേക്കും. നവംബർ ഡിസംബർ ഫുൾ സീറ്റ് ഫുള്ളായിരിക്കും. അപ്പോൾ നവംബർ ഡിസംബറിൽ രജിസ്റ്റർ ചെയ്ത് ആ സമയത്ത് ഉണ്ണികൾ ഇവിടെ നാട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉണ്ണികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ അഡ്മിഷനേക്കും നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നവംബർ ഡിസംബറിൽ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കണം. നവംബർ ഡിസംബറിൽ ഇവിടെ സ്കൂൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുട്ടികൾ ഉണ്ടായിരിക്കണം. കാരണം കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇൻ്റർവ്യൂവിന് ചെയ്യാൻ പറ്റില്ല. നമുക്കത് പറ്റിയില്ല. സോ നമുക്ക് നല്ല നല്ല സ്കൂളുകൾ നമ്മൾ കണ്ടുവച്ചിരുന്ന സ്കൂളുകളിലൊന്നും നമുക്ക് സീറ്റ് കിട്ടിയില്ല. അവസാനം വേറൊരു സ്കൂളിലാണ്, ഗൾഫ് മോഡൽ സ്കൂളിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. അവിടെ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വേറെ നല്ല നല്ല സ്കൂളുകളിൽ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഫീസ് നമ്മുടെ ഫീസായിട്ട് നമുക്ക് അത്ര നല്ല ഫീസ് കൊടുക്കുന്ന സ്കൂളായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് കരിക്കുലർ സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ വേറെ സ്കൂളിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. സോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം, നവംബർ ഡിസംബറിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. സോ ആ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തന്നെ ഉണ്ണികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കാം. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കൂൾ അഡ്മിഷൻ എടുക്കുമ്പോൾ വേണ്ടതെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് പാസ്പോർട്ട് കോപ്പി, പാരൻസിൻ്റെ മദറിൻ്റെയും ഫാദറിൻ്റെയും നമ്മുടെ പാസ്പോർട്ട് കോപ്പി, പിന്നെ എമിറേറ്റ്സ് ID കോപ്പി വേണം. അതുപോലെ തന്നെ കുട്ടികളുടെ എമിറേറ്റ്സ് ID പാസ്പോർട്ട് കോപ്പി വേണം. പിന്നെ കുട്ടികളുടെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ് ഉണ്ടല്ലോ, കുത്തിവയ്പ്പ് പുസ്തകം ഉണ്ടല്ലോ, ആ റെക്കോർഡ്, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവസാനത്തെ 5 ഇയേഴ്സിൻ്റെ 6 ഇയേഴ്സിൻ്റെ കുത്തിവയ്പ്പ് എല്ലാതും കഴിഞ്ഞിട്ട് ആ റെക്കോർഡ്, ആ ബുക്ക് ഉണ്ടല്ലോ, ആ ബുക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ എന്താണ് വേണ്ടത്? സോ ഇത്ര ഡീറ്റെയിൽസ് ആണ് മാൻഡറ്ററി ആയിട്ട് വേണ്ടത്. ഇത്ര ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും 500 ദർഹമായിരിക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് വരാം, അഡ്മിഷൻ ഫീസായിട്ട്. പിന്നെ നമുക്കിവിടെ 3 മാസത്തെ ഫീസ് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ
കൊടുക്കണം. ഫസ്റ്റത്തെ ഇതിൽ തന്നെ 3 മാസത്തെ ഫീസ് കൊടുക്കണം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് ഏകദേശം ഒരു 500, ഇവിടെ അടുത്ത് നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ടാണല്ലോ എങ്ങനെ പോയാലും ഒരു 500 ദർഹം ആയിരിക്കും മിനിമം ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഉണ്ണികളെ കൊണ്ടുവന്നുകൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.